നിരവധി ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കുമൊടുവിൽ ആ നേതൃമാറ്റം സംഭവിച്ചിരിക്കുന്നു. ND അപ്പച്ചൻ വയനാട് DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നു. ഞാൻ രാജ്യസന്നദ്ധ പ്രകടിപ്പിച്ച് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞല്ലോ. ഓപ്പണായി പറഞ്ഞൊരു കാര്യമാണ്, അതിന് വേറൊന്നുമില്ല. വിശദീകരണം ഇതാണെങ്കിലും രാജിവെച്ചത് KPCC നേതൃത്വത്തിന്റെയും ഹൈക്കമാൻഡിന്റെയും ആവശ്യപ്രകാരമാണെന്നാണ് വിവരം. KPCC നേതൃത്വമായിട്ടുള്ള ചർച്ച മാധ്യമങ്ങൾക്ക് നൽകുന്നത് ഞങ്ങളുടെ ഒരു സംഘടനാ രീതിയല്ലല്ലോ. രാജിക്ക് പിന്നാലെ TJ ഐസക്കിനെ DCC പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. മുൻ DCC പ്രസിഡന്റ് NM വിജയന്റെ മരണം, കടബാധ്യതകൾ, കുടുംബത്തിന്റെ ആരോപണം, മുള്ളൻകൊല്ലിയിലെ വിഭാഗീയത ഇതൊക്കെ തലയ്ക്കു മുകളിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് അപ്പച്ചനെതിരെ നേതൃത്വം നിലപാട് കടുപ്പിച്ചത്. പ്രിയങ്ക ഗാന്ധി 12 ദിവസത്തെ സന്ദർശനത്തിന് മണ്ഡലത്തിലുള്ള സമയത്ത് തന്നെയാണ് നാടകീയമായ രാജി വന്നതെങ്കിലും പ്രിയങ്ക വിഷയത്തിൽ ഇടപെട്ടിട്ടില്ലെന്നാണ് കോൺഗ്രസിന്റെ വിശദീകരണം. പ്രിയങ്ക ഗാന്ധി ഒന്നും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആരെയാക്കണമെന്നും പാർട്ടിയോട് പറയാറില്ല, ഇടപെടാറില്ല. NM വിജയന്റെ പേരിലുണ്ടായിരുന്ന 63 ലക്ഷം രൂപയുടെ കുടിശ്ശിക ഇന്നലെ കോൺഗ്രസ് അടച്ചു തീർത്തിരുന്നു. ഇതോടെ ഈടായി നൽകിയ വീടിന്റെ ആധാരം കുടുംബത്തിന് കൈമാറി. ഈ പട്ടയത്തിന് ഞങ്ങളുടെ വീട്ടിലെ 2 ജീവന്റെ വിലയുണ്ട്. ഇത് കൊടുക്കേണ്ട സമയത്ത് അച്ഛൻ അപേക്ഷിച്ച് പറഞ്ഞപ്പോഴും യാചിച്ച് പറഞ്ഞപ്പോഴും ഇവരിത് എടുത്തു കൊടുത്തിരുന്നുവെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 2 ജീവൻ ഉണ്ടായേനെ. മാതൃഭൂമി ന്യൂസ്, വയനാട്.